ഹലോ നമസ്കാരം, വെൽക്കം ടു സജസ്റ്റ് ഫ്ലവർ ടൈം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചു. ഒയിന് ഇഞ്ചി, വെളുത്തുള്ളി, അല്പം ഗ്രീൻ ഇതെല്ലാമായിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ ഷെഡ് ചെയ്ത വെജിറ്റബിൾ, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാരറ്റ്, അല്പം സെലറി, കാബേജ്, ക്യാപ്സിക്കം, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ഒത്തിരി നമ്മൾ സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 80% നമ്മൾ സോട്ടായി കഴിഞ്ഞ്, അതായത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൽ നമുക്ക് കുക്ക് ചെയ്ത ചിക്കൻ നമ്മൾ ജൂലിയും ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ഇട്ടതിന് ശേഷം നമുക്ക് സോൾട്ട്, പെപ്പർ, അത് കുരുമുളക് പൊടിയും, കറുത്ത കുരുമുളക് പൊടിയും, അല്പം ഉപ്പും, സോയും ഇത്ര വേണ്ടു കേട്ടോ. അരിമോട്ടൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്തിനാ അരിമോട്ടോ. ബാക്കിയുള്ള എല്ലാ സാധനം ഇട്ടതിന് ശേഷം MSG ഒഴിവാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് ഒനിയനും കുറേ ജ്യൂസും. ഇത്ര മതി നമ്മുടെ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ടോ. വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ ചിക്കൻ ഇടാതിരുന്നാൽ മതി. അപ്പോൾ അടിപൊളിയായി. തായ്ലൻഡ് സ്റ്റൈലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രാസ് നൂഡിലോ എല്ലാം കുക്ക് ചെയ്തിടാം. റെഡിമെയ്ഡ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പാൻ കേക്ക് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയും ഇതുപോലെ സ്റ്റഫ് ചെയ്താൽ. റെഡിമെയ്ഡ് ഷീറ്റ് ഞാൻ മേടിച്ച് അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ കോക്ടെയിൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇത് ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തതിന് ശേഷം അല്പം ചൂടിൽ തന്നെ നമ്മൾ വറക്കണം. ഒരു 165 ഡിഗ്രി ചൂടിൽ നമ്മൾ വറക്കണം. വറുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലൊന്നും കുക്കാവാനില്ല. വറുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസ്, നിങ്ങൾ കെച്ചപ്പോ, സ്പൈസി മയണൈസ് എന്താണെന്നുള്ള ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഡിപ്പായിട്ട് മുക്കി കഴിക്കാനായിട്ട് കൊടുക്കുക. വീട്ടിൽ സ്നാക്സായിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കാനായിട്ട് നല്ല ഓയിലിൽ വറുത്ത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ടു എവരിബഡി. സജസ്റ്റ് ഫ്ലവർ ടൈം. എൻജോയ് ദ ലൈഫ്. ബൈ.